നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിറങ്ങിയപ്പോൾ തന്നെ അവിടെ തന്നെ എല്ലാ തരത്തിലുള്ള ഡ്രസ്സുകളും ഉള്ളൊരു ഷോപ്പാണിത്. നല്ല തണുപ്പൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ ടി വി സ്റ്റേഷനിലേക്ക് എത്തി. നമ്മൾ മഡ്ഗോവ കഴിഞ്ഞിട്ട് കുറച്ചുകൂടി നോർത്തിലേക്ക് നമ്മൾ പോകുന്നേക്കുവാണ്. അപ്പോൾ നമ്മൾ ആ സ്റ്റേഷനിലേക്കാണ് എത്തിയേക്കണത്. മഡ്ഗോവനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയൊരു സ്റ്റേഷനാണ് തിവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ എത്ര ദൂരം കൊണ്ട് പോകുന്നു നോക്കേ? ഏകദേശം 40-46 കിലോമീറ്ററോളം ദൂരമുള്ള സ്റ്റേഷൻ തിവി സ്റ്റേഷനിലേക്കാണ് നമ്മൾ പോകുന്നേക്കണത്. അപ്പൊ ഏകദേശം 4:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ തിവി സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇവിടുന്ന് നമുക്ക് മപ്സയിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൊ സ്റ്റേഷനിൽ നിന്ന് കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഷോപ്പ് ഉണ്ട്. അപ്പൊ നൈറ്റിലുള്ള എല്ലാ ചായ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഒരു ഗോവൻ സെറ്റപ്പിലുള്ള ഒരു ഷോപ്പ് തന്നെയാണ്. എല്ലാ ഐറ്റങ്ങളും തന്നെ ഇവിടെയുണ്ട്. സിഗരറ്റ് മുതൽ വിവിധ തരത്തിലുള്ള സിഗരറ്റ്, അതുപോലെ തന്നെ മിഠായി ഐറ്റങ്ങൾ, എല്ലാ സാധനങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. കാണുന്നതും കാണാനുള്ളതൊക്കെ വന്നെങ്കിൽ ഇവിടേക്ക് വരണം, ടീമിലേക്ക് വരണം. അല്ല, നമ്മൾ അവരുടെ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുമ്പോൾ ഗോവാന്ന് അടിച്ചാൽ അത് മഡ്ഗാവാണ്. അപ്പൊ ആദ്യം മഡ്ഗാവ്. നമുക്ക് അങ്ങനെ ടൗൺ അവിടെയാണല്ലേ? സെൻട്രൽ അതാണ്. അല്ല, ശരിക്കും സെന്റർ മഡ്ഗോവയല്ലേ? തിവിമാണോ? ആ, ഞാനിടക്കുള്ളത് ഇവിടെ. അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ്. നമ്മള് വന്നു കഴിഞ്ഞപ്പോ ഒരു കാസർഗോഡ് പയ്യനെ നമ്മളെ പരിചയപ്പെട്ടു. ഇവിടെ വന്നിട്ട് എത്ര നാളായി? 5-6 കൊല്ലം ഇവിടെ വന്നിട്ട്. ഇപ്പൊ ഇവിടെ വന്നാൽ ഗുണം എന്ന് വെച്ചാൽ 5 രൂപയ്ക്ക് നിങ്ങൾക്ക് ചായ കുടിക്കാം. അതാണ് ഒരു ഓഫർ. പ്രത്യേകിച്ച് മലയാളികൾക്കാണെങ്കിൽ 5 രൂപ കൊടുത്താൽ. അപ്പൊ നമ്മള് തിവി റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ഏകദേശം ഒരു 5 മണിയായപ്പോൾ എത്തി. നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളെ വളരെ സന്തോഷത്തോടെ വിളിച്ച നമ്മുടെ റസാഖ്. തന്നെ റസാഖ് എങ്ങനെ ഒന്നു പറഞ്ഞേ? അതുപോലെ തന്നെ നമ്മുടെ ലത്തീഫിക്ക. അപ്പോൾ പോലെ ലത്തീഫിക്ക ഇവിടെ 95 തൊട്ട് ഗോവയിൽ സെറ്റിൽ ആയിരിക്കണ ആണല്ലേ. ബിസിനസ്സൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കണം. അപ്പോൾ നമുക്കിവിടെ പുതിയൊരു പരിചയക്കാരനെയും കിട്ടി. ബിസിനസ്സൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റോബോട്ടിക് ഇന്റലിജൻസ് ആണ്. റിസൾട്ട് എല്ലാം റോബോട്ടിക്, മനുഷ്യനെല്ലാം അവിടെ വല്ലതും ഉണ്ടോ? എറണാകുളത്ത് ഇതിന്റെ ഓഫീസുണ്ട്. ഞാൻ ശരിക്കും കൺസ്ട്രക്ഷൻ തുടങ്ങിയത് ചാനലിന്റെ പേര് ഫേസ് ടു ഫേസ് എന്നാണ് ചാനലിന്റെ പേര് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 5 രൂപയ്ക്ക് ചായ തരും. പ്രത്യേകിച്ച് മലയാളികൾക്കാണെങ്കിൽ കുടിക്കുന്നതിന് മുമ്പ് 5 രൂപ, കുടിച്ചു കഴിഞ്ഞാൽ 10 രൂപ. അതാണ് ഗോവയുടെ സ്റ്റൈല്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങിയാലോ. അപ്പൊ ഞങ്ങള് അങ്ങനെ സ്റ്റേഷൻ വിട്ട് നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. അവിടെ തൊട്ടടുത്തേക്ക് നീങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടേക്ക് നേരെ ഞങ്ങൾ ആദ്യം പറഞ്ഞ പോലെ മഫ്സയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ബസ് വന്ന് ബസ്സിലേക്ക് കയറി. ഇനി അവിടുത്തെ വിശേഷങ്ങൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പറയും. തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ബസ്സിൽ കയറിയിട്ട് ടിക്കറ്റ് ഒന്നുമില്ല. പക്ഷേ 8 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന നമുക്ക് 30 രൂപയാണ് അവിടെ ചാർജ് തന്നെ അല്ലേ? ടിക്കറ്റ് തന്നിട്ടില്ല. വളരെ മനോഹരമായ യാത്ര ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഓക്കെ